ചോറ്റുപാത്രവുമായി അവർ വീണ്ടും എത്തി മാടായിപ്പാറയിലെ പാറക്കുളത്തിനരികിലേക്ക്. മാടായി ഹൈസ്കൂളിൽ വിവിധ വർഷങ്ങളിൽ പഠിച്ച പൂർവ്വ വിദ്യാർത്ഥികൾ വർഷങ്ങൾക്കിപ്പുറം അതേ സ്ഥലത്ത് വീണ്ടും ഒത്തുകൂടിയപ്പോൾ പങ്കുവച്ചത് ഭക്ഷണം മാത്രമായിരുന്നില്ല. ബാല്യത്തിന്റെ മധുരസ്മരണകളും നാടൻ രുചിയും മതസൗഹാർദ്ദത്തിന്റെ അപൂർവ സന്ദേശവുമായിരുന്നു. ജാതിയും മതവും വേർതിരിവുകളാകാതെ ഒരുമയുടെ പാഠം പഠിപ്പിച്ച ആ ഉച്ചഭക്ഷണ നിമിഷങ്ങൾ വീണ്ടും സജീവമായി. ചോറ്റുപാത്രത്തിലെ നാടൻ വിഭവങ്ങളുടെ മണവും കൂട്ടുകാർക്കൊപ്പമുള്ള ചിരികളും പങ്കുവച്ച സ്നേഹവും മാടായിപ്പാറയുടെ കാറ്റിൽ വീണ്ടും നിറഞ്ഞു. മാടായി ഹൈസ്കൂളിലെ വിവിധ വർഷങ്ങളിൽ പഠിച്ച പൂർവ്വ വിദ്യാർത്ഥികളാണ് വർഷങ്ങൾക്കിപ്പുറം മാടായിപ്പാറയിൽ ഒത്തുകൂടിയത്. പരിസ്ഥിതി പ്രവർത്തകനും പൂർവ്വ വിദ്യാർത്ഥിയും അധ്യാപകനുമായ പി കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. മാടായി ഹൈസ്കൂളിൽ നിന്നാണ് അന്ന് പേര് പറയല്. ആൺകുട്ടികളോ പെൺകുട്ടികളോ ഒന്നിച്ചു ചേർന്ന് പഠിച്ച ഹൈസ്കൂളിലെ കുട്ടികളെ അന്ന് ഇന്നത്തെ മാതിരി സ്കൂളുകളിൽ ഉച്ചഭക്ഷണമോ ഒരു കുടിക്കാനുള്ള വെള്ളമോ ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ കൊണ്ടുവരുന്ന വീട്ടിൽ നിന്ന് ഞങ്ങളുടെ കുടുംബക്കാര് പട്ടിണിയിലും പരിവട്ടത്തിലും ഞങ്ങൾക്ക് ഒരു പാത്രത്തില്, ചെറിയ ഒരു നേറ്റ് പാത്രത്തിൽ, അലൂമിനിയത്തിന്റെ പാത്രത്തിൽ ഞങ്ങൾക്ക് പഴം കഞ്ഞിയോ പഴഞ്ചോറോ അല്ലെങ്കിൽ രാവിലെ ചോറുണ്ടാക്കുന്ന ഒരു ഏർപ്പാടില്ല. രാവിലെ കിട്ടുന്ന ഭക്ഷണം കൊണ്ട് ഞങ്ങൾ ഇവിടെ വരും. പൂർവ്വ വിദ്യാർത്ഥികളായ കവിയും എഴുത്തുകാരനുമായ രാമകൃഷ്ണൻ കണ്ണവും ചലച്ചിത്ര നടൻ ചന്ദ്രമോഹൻ മാടായി, ദേവകി കോറോക്കാരൻ, ഫസൽ കണ്ണൂർ, ടി ചന്ദ്രശേഖരൻ, PA രമേശൻ, C പ്രേമലത എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി.